സാധാരണക്കാരുടെ വയറ്റത്തടിച്ച് സപ്ലൈകോ 3 മാസത്തിനിടെ 2ാം തവണയാണ് അരിയുടെ വില കൂട്ടുന്നത്. സബ്സിഡിക്ക് ലഭിക്കുന്ന ജയ അരിക്കും പച്ചരിക്കും 3 രൂപ വീതം കൂടിയപ്പോൾ വൻപയറിന് 4 രൂപയാണ് കൂട്ടിയത്. ജയ അരിക്ക് കിലോയ്ക്ക് 29ഉം പച്ചരിക്ക് 33 രൂപയായി. കുറുവ മട്ട അരിയുടെ വില ഓണത്തിന് മുൻപ് കൂട്ടിയിരുന്നു. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് 8 രൂപ കുറച്ചിട്ടുണ്ട് കേട്ടോ. വിപണി വിലയ്ക്കനുസരിച്ച് നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ വില പുതുക്കൽ. ചെറുപയർ, ഉഴുന്ന്, വൻകടല, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയുടെ വിലയും ഇതനുസരിച്ച് മാറിയിട്ടുണ്ട്. വില നിലവാരത്തിലെ മാറ്റങ്ങളിലേക്കൊക്കെ നമ്മൾ വിശദമായി കടക്കുകയാണ്. ആദ്യം നമുക്ക് പേരൂർക്കടയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് പോകാം. റിനു ശ്രീധർ അവിടെയുണ്ട്. ഗുഡ് ഈവനിംഗ് റിനു ശ്രീധർ. വില കൂട്ടിയിട്ട് 2 ദിവസമായല്ലേ? ഗുഡ് ഈവനിങ് സുജയ. എന്തായാലും ഈ കഴിഞ്ഞ ഓണത്തിന് തൊട്ടു മുമ്പാണ് സബ്സിഡി സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില വർധനവുണ്ടായത്. അതിനുശേഷം 3 മാസങ്ങൾക്കിപ്പുറം ഈ 2-ാം തീയതി മുതൽ വീണ്ടും സപ്ലൈകോയിൽ വലിയ രീതിയിലുള്ള വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റാണ് പേരൂർക്കടയിലാണ്. ഇവിടുത്തെ വില നിലവാരം, അതായത് ഇപ്പോൾ വർദ്ധിപ്പിച്ച വില നിലവാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 29 രൂപയായിരുന്ന ജയ അരിയാണ് ഇപ്പോൾ 33 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 26 രൂപയായിരുന്ന പച്ചരി 3 രൂപ കൂട്ടി 29ലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. വൻപയർ 75-ൽ നിന്ന് 79ലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. 55 രൂപയ്ക്ക് വാങ്ങിയിരുന്ന 1/2 ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഇനി 65 രൂപ നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്ന് 13 ഇന സബ്സിഡി സാധനങ്ങളാണ്. ഇതിൽ പലതും ഒരു ഔട്ട്ലെറ്റുകളിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഔട്ട്ലെറ്റിലെ പരിശോധനയിൽ നമുക്ക് വ്യക്തമായത് ചെറുപയർ, ഇവിടെ ഇപ്പോൾ വില നിലവാര സൂചിക നോക്കുമ്പോൾ ചെറുപയർ 92 രൂപ എന്നുള്ളത് കൃത്യമായി തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറുപയർ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്ററിന് 175 രൂപ എന്നുള്ളത് ഇവിടെ ഉണ്ട്, ഈ ബോർഡിലുണ്ട്. പക്ഷേ ഇവിടെ വെളിച്ചെണ്ണ ഇല്ല എന്നുള്ളതാണ്. 13 ഇന സബ്സിഡി സാധനങ്ങളിൽ പലതും ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. ഈ പുതുവത്സര ക്രിസ്മസ് വിപണി പ്രമാണിച്ചാണ് ഈ വില വർധനവ് എന്നുള്ളതാണ്. ഈ പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഔട്ട്ലെറ്റുകൾ, അതായത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ സാധനങ്ങൾ വാങ്ങുവാൻ വന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വില വർധനവ് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്? നിങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? എല്ലാ ആൾക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കാര്യം മുഴുവനായിട്ട്. കാര്യം ഇപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പേരുകട ഇപ്പോൾ ഏകദേശം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു 2-3 മാസം മുമ്പ് മിക്കവാറുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വെളിച്ചെണ്ണ ഇപ്പോൾ ഏകദേശം വെളിച്ചെണ്ണ ഈ ഓണത്തിന് ശേഷം ഇവിടെ ഇല്ല. ചെറുപയർ 1 മാസമായി ഇവിടെ വന്നിട്ട് ഇപ്പം എടുക്കാൻ വേണ്ടി കയറിയുള്ളൂ. ബാക്കിയുള്ള ഏകദേശമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം വില കൂടുതലാണ്. വില കൂട്ടിയിട്ടുണ്ട് സർക്കാർ. ഇരുട്ടടിയാണല്ലോ എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതാണ്, അതിനെപ്പറ്റി വേറെ ഇതായിട്ടൊന്നുമില്ല. കാര്യം എന്തായാലും പേരുകടയിൽ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഉള്ളതായിട്ടാണ്. സാധനങ്ങളുണ്ട്, പക്ഷേ വില കൂട്ടി, അതാണ് പ്രധാനം. റീനു, ഞാനൊന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്.